ഇപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ കുടിവെള്ളക്ഷാമം എത്ര കണ്ട് രൂക്ഷമാകുമെന്നതാണ് ആശങ്ക. എന്തായാലും നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം. സിഗ്നൽ തകരാറിലായതോടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് മലപ്പുറം എടവണ്ണപ്പാറ ജംഗ്ഷനിൽ. രാത്രികാലങ്ങളിൽ ഇതുവഴി പോകുന്ന ദീർഘദൂര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ കുറയ്ക്കാൻ അധികൃതർ വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ കണ്ണടച്ചിട്ട് വർഷങ്ങളായി. ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് ഇവിടെ ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാനുള്ള മുന്നറിയിപ്പില്ലാതായതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമീപ പ്രദേശത്ത് 2 പുതിയ പാലങ്ങൾ തുറന്നതോടെ ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതുവഴിയാണ് പോകുന്നത്. ഇതോടെ എടവണ്ണപ്പാറയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രദേശത്ത് അപകടത്തിൽ NIT എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരണപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതോടെ വിഷയത്തിൽ MLAയും മന്ത്രിയും ഇടപെട്ട് 4 റോഡുകളിലും റംബിൾ സ്ട്രിപ്പ് സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും അത് നടപ്പാക്കിയില്ലെന്നാണ് ആക്ഷേപം. ഇവിടെ 4 റോഡുമേലേക്ക് നമുക്ക് ചെറിയ ലൈൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ട്, പക്ഷേ അത് ഇട്ടിട്ട് 15 ദിവസമായി. ഇതുവരെ ഇപ്പം സംഘങ്ങൾക്കൊക്കെ കണ്ടാലട ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ മരണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടേ നിൽക്കും. ലൈറ്റ് കത്തണില്ല, സിഗ്നൽ ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കത്തണില്ല. റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചാൽ തന്നെ ഒരു പരിധിവരെ റോഡിന് വീതി ലഭിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്യാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇറക്കി കെട്ടിയ പീടികകളും കച്ചവട സ്ഥാപനം പൊളിച്ചു മാറ്റാൻ അവർക്ക് പരമാവശ്യം കത്ത് കൊടുത്തു. അല്ലെങ്കിൽ അടുത്ത അതിൻ്റെ നടപടികളുമായിട്ട് തന്നെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടപടികളുമായിട്ട് ഗ്രാമപഞ്ചായത്തും PWDയോട് അഭ്യർത്ഥിക്കുന്ന ഗ്രാമപഞ്ചായത്ത് നടപടിയാണ്. പ്രദേശത്ത് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ട നടപടികൾ അധികൃതർ എത്രയും വേഗം സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതോടൊപ്പം എടവണ്ണപ്പാറ റിംഗ് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മീഡിയ 1 മലപ്പുറം.